മുനമ്പം ഭൂമി പെർമനന്റ് വഖഫാണെന്ന് ആദ്യം പറഞ്ഞതാര്? എപ്പോൾ? മുനമ്പം വഖഫ് ഭൂമിയാണെന്ന ചിന്ത പോലും വഖഫ് ബോർഡിനുണ്ടായത് 2008 മാത്രമാണ്. അതും പോപ്പുലർ ഫ്രണ്ടുകാരുടെ മുഖപത്രമായ തേജസിലൂടെ. 2009 മാത്രമാണ് വഖഫ് ബോർഡ് അത് പ്രഖ്യാപിച്ചതും നിസാർ കമ്മീഷൻ അത് സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചേർത്തതും. തികച്ചും ഏകപക്ഷീയമായിരുന്ന ഒരു തീരുമാനമായിരുന്നു അത്. 1954 വഖഫ് നിയമം പോലും നിലവിലില്ലാത്ത കാലത്താണ് 1950 സിദ്ദിഖ് സേട്ടു ഫറൂഖ് കോളേജിന് ആ ഭൂമി നൽകിയതെന്നും മറക്കരുത്. അത്തരമൊരു ഡീഡിനെ 1995 വഖഫ് നിയമത്തിന്റെ വെളിച്ചത്തിൽ പെർമനന്റ് വഖഫായി വ്യാഖ്യാനിക്കുന്നതിലെ അയുക്തി എത്ര ഭീകരമാണ്! വാസ്തവത്തിൽ 2009 മുനമ്പം വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കപ്പെട്ടതും 2019 വഖഫ് രജിസ്റ്ററിൽ എഴുതി ചേർക്കപ്പെട്ടതും 2022 താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ ഉടമസ്ഥരുടെ റവന്യൂ അവകാശങ്ങൾ തടഞ്ഞു വെക്കപ്പെട്ടതും തികച്ചും അന്യായപരമാണ്. സിദ്ദിഖ് സേട്ടുവിന്റെ ദാനാധാരപ്രകാരം മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ ഉന്നതിക്കു വേണ്ടി ഫറൂഖ് കോളേജ് വിറ്റ ഭൂമി പണം കൊടുത്തു വാങ്ങുകയും ആവശ്യമായ നികുതി പണം സർക്കാരിനു നൽകി കൃത്യമായ ആധാരം കരസ്ഥമാക്കുകയും വർഷാവർഷം കരമടയ്ക്കുകയും ചെയ്ത് ജീവിച്ചു വന്നിരുന്ന ഒരു ജനതതി കഴിഞ്ഞ 2.5 വർഷത്തിലേറെയായി റവന്യൂ അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെട്ട ശരീഅത്ത് നിയമത്തിന്റെ ഇരകളായി മതേതര ഇന്ത്യയിൽ കഴിയേണ്ടി വന്നിരിക്കുന്നത് ജനാധിപത്യ ഭാരതത്തിന് തന്നെ ലജ്ജാകരമായ ഒരു സംഭവമല്ലേ? സാമാന്യ യുക്തി കൊണ്ട് മാത്രം തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് കീഴിൽ മറച്ചുവെച്ച് വലിയൊരു ജനതയെ ദുരിതത്തിലും ഭീതിയിലും ആഴ്ത്തി വിലസാൻ കഴിയുന്ന ഒരു ഭീകര പ്രസ്ഥാനമായി വഖഫ് ബോർഡ് മാറിയത് നിലവിലുള്ള നിയമങ്ങളുടെ പിൻബലത്താലാണ്. ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു നിയമവും നിയമമാവില്ല എന്ന സാമാന്യ നിയമത്തിന്റെ വെളിച്ചത്തിൽ സത്വരവും സമഗ്രവുമായ നിയമ ഭേദഗതി പൗരസമൂഹം ആവശ്യപ്പെടുന്നു. ശരീഅത്ത് നിയമത്തെ സംരക്ഷിക്കാനെന്ന പേരിൽ പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ചവിട്ടിമെതിക്കുവാൻ അവസരമൊരുക്കിയത് ഇന്ത്യൻ പാർലമെന്റേറിയൻസ് ഒറ്റക്കെട്ടായി പാസാക്കിയ വഖഫ് നിയമമാണ്. അത് ഭേദഗതി ചെയ്യാതെ മുനമ്പമോ ഭാവി മുനമ്പങ്ങളോ രക്ഷപ്പെടില്ല.